ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ പോർവി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് യൂണിറ്റിലെ കൾച്ചർ ആൻഡ് ട്രഡീഷൻ എന്ന ടോപ്പിക്കിലെ ഹമാര ഭാരത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന ലെസണാണ്. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹമാര ഭാരത്, നമ്മുടെ ഭാരതം, ഇൻക്രെഡിബിൾ ഇന്ത്യ. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര കൾച്ചറും ട്രഡീഷനുമുള്ള ഇന്ത്യ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം, ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ലെറ്റ് us read the following passage. ഭാരത് has been known worldwide as the land of wise and heroic individual. ഭാരതം അറിയപ്പെടുന്നത്, ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഹീറോയിക് ഇൻഡിവിജ്വൽ. ഹീറോയിക് എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നായകന്മാർ, അതുപോലെ വയസ്സായിട്ടുള്ള ബുദ്ധിയുള്ള, വളരെയധികം ബുദ്ധിയും ധൈര്യവുമുള്ള നായകന്മാരുള്ള നാട്. അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിയും വളരെയധികം ധൈര്യവും ഉള്ള ആൾക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. Its rich and diverse culture has attracted numerous travelers since ancient times. പണ്ടത്തെ കാലം മുതൽ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിനേഴ്സ് അല്ലെ ട്രാവലേഴ്സ് വരുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അവരിവിടേക്ക് വരുന്നത്? ബിക്കോസ് ഓഫ് റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചർ. വളരെയധികം സമ്പന്നവും വ്യത്യസ്തപൂർണവുമായ സംസ്കാരം ഇന്ത്യക്കുണ്ട് എന്നതുകൊണ്ടാണ്. ദ പീപ്പിൾ ഹിയർ ലിവ് ഇൻ യൂണിസൺ. ഇവിടെ എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു. പ്രസൻറ്റിങ് ദ വേൾഡ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത്, യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്, നാനാത്വത്തിൽ ഏകത്വം. ഭാരത് ഈസ് എ ലാൻഡ് റിച്ച് വിത്ത് റിവേഴ്സ്. ഭാരതത്തിൽ ധാരാളം റിവേഴ്സ് ഉണ്ട്, ലേക്സ് ഉണ്ട്, വലിയ മൗണ്ടൻസ് ഉണ്ട്. ഇറ്റ്സ് ഗ്രീൻ ഫോറസ്റ്റ് ആർ ഹോം ടു മെനി പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ നമ്മുടെ പച്ചപ്പ് അല്ലെ ഗ്രീൻ ആയിട്ടുള്ള ഫോറസ്റ്റ്, വനമേഖല, അവിടെ ധാരാളം ബേർഡ്സും ഇൻസെക്ട്സും പ്ലാന്റ്സും എല്ലാം ഉണ്ട്. വളരെയധികം എന്താ പറയുന്നത്, സ്പീഷീസ് ഉള്ള ഒരുപാട് മൗണ്ടൻ റേഞ്ചസും ഫോറസ്റ്റുകളും ഉണ്ട്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ വളരെയധികം എന്താ പറയുന്നത്, സ്പെഷ്യൽ സ്പീഷീസുകളുള്ള ഒരു വനമേഖലയാണ്. പിന്നെ അതുപോലെ നമുക്ക് പല മൗണ്ടൻ റേഞ്ചസ് ഉണ്ട് നമുക്ക്. അതിനകത്തിലെല്ലാം ഉള്ള വനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ദീസ് എലമെൻറ്റ്സ് എൻഷുർ ദാറ്റ് ഭാരത് പ്രോസ്പേഴ്സ് ആൻഡ് റെസ്പെക്ട് ഗ്ലോബലി. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഭാരതം മറ്റുള്ള രാജ്യങ്ങളാൽ ആദരിക്കപ്പെടുന്നു എന്നാണ്. As its inhabitants, we need to continue working hard and make sure that it prospers. അപ്പം ഇത്രയും സമ്പന്നമായ അല്ലെങ്കിൽ കൾച്ചറിൽ, സംസ്കാരത്തിൽ ഇത്രയും സമ്പന്നരായ സ്ഥലത്ത് ജനിച്ച നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കൾച്ചർ അല്ലെങ്കിൽ ഈ സംസ്കാരം കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വാട്ട് ഹാസ് ഭാരത് ഓൾവേസ് ബീൻ നോൺ ഫോർ? ഭാരതം എന്താണ് ഏത് കാര്യത്തിലാണ് നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്നത്? ഭാരത് ഹാസ് ഓൾവേസ് ബീൻ നോൺ വേൾഡ് വൈഡ് ആസ് ദ ലാൻഡ് ഓഫ് വൈസ് ആൻഡ് ഹീറോയിക് ഇൻഡിവിജ്വൽസ്. ഇന്ത്യയിൽ എങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്? വൈസ് ആൻഡ് ഹീറോയിക്ക്. അപ്പോൾ അങ്ങനെ വൈസ് ആൻഡ് ഹീറോയിക് ആയിട്ടുള്ള ആൾക്കാരുള്ള ഇന്ത്യ എന്നാണ് ലോകം മുഴുവൻ നമ്മൾ അറിയപ്പെടുന്നത്. വാട്ട് ഈസ് അട്രാക്റ്റീവ് അബൌട്ട് ഭാരത്? ഭാരതത്തിനെ കുറിച്ചുള്ള പ്രത്യേകത അല്ലെ ആകർഷണം എന്താണ്? ഇറ്റ്സ് എ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചർ ഹാസ് അട്രാക്റ്റഡ് പീപ്പിൾ അക്രോസ് ദ വേൾഡ്. നമ്മുടെ ലോകം മുഴുവനുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന എന്താണ്? ഇന്ത്യയുടെ ഡൈവേഴ്സ് കൾച്ചറും അതിൻ്റെ റിച്ച്നെസ്സുമാണ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഫാക്ട് ദാറ്റ് ദ പീപ്പിൾ ലിവ് ഹിയർ ഇൻ യൂണിസൺ? ഇവിടെ എല്ലാ ആൾക്കാരും ഒരുമയോടെ ജീവിക്കുന്നതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. എന്താണ്? ദിസ് റിഫ്ലെക്ട്സ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന ഐഡിയയെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്. വാട്ട് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഡസ് ദ പാസേജ് മെൻഷൻ?
അതായത് നമ്മളിപ്പോൾ പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഭൂപ്രകൃതി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ലാൻഡ്, റിച്ച് ആൻഡ് റിവർ, ധാരാളം റിവർ, ലേക്ക്, ഹൈ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. പിന്നെന്താ, ഇറ്റ്സ് എ ഗ്രീൻ ഫോറസ്റ്റ് ആർ ഹോം ടു മെനി പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ധാരാളം പ്ലാന്റ്സും ആനിമൽസും ബേർഡ്സും ഒക്കെ ഉള്ള വനവുമുണ്ട്. വാട്ട് ആർ ദ അഡ്വൈസ് ഗിവൺ ടു ദ എവരി വൺ? എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശം എന്താണ്? ദ അഡ്വൈസ് ഈസ് ദാറ്റ് വി നീഡ് ടു കണ്ടിന്യൂ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ കൺട്രി ഭാരത് പ്രോസ്പേഴ്സ് ഫർദർ. ഇന്ത്യ വീണ്ടും മുന്നോട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് AAUU ചേർത്തിട്ട് ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം എന്തുവാണെന്നേ. ഇത് ഫോക്ക് ആർട്ട്, FOLKART, കൾച്ചർ CULTURE. Then all celebrate festival, FESTIVAL festival. Then അടുത്തത് we tell the stories of our children to teach them about our culture. കൾച്ചറിൻ്റെ സ്പെല്ലിംഗ് നമ്മളിവിടെ പറഞ്ഞു. കൾച്ചർ, ഹിസ്റ്ററി HISTORY and legends LEGANDS. Then we have our own language, LANGUAGE languages. So are you ready to meet your friends from all over the country? The teacher asked the students sitting in a big hall. സോ എന്താണ് പറഞ്ഞിരിക്കുന്ന ഒരു ടീച്ചറിൻ്റെ കോൺവെർസേഷൻ ആണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുകയാണേ. വി ആർ റെഡി ടു മീറ്റ് അവർ ന്യൂ ഫ്രണ്ട്സ്, അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാനിരിക്കുകയാണ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് സിറ്റിംഗ് ഇൻ ഒരു ബിഗ് ഹോളിലിരിക്കുന്ന കുറച്ച് കുട്ടികളോട് ടീച്ചർ ചോദിക്കുക. യെസ് വാസ് എ ലൗഡ് ആൻസർ ഫ്രം ദ ക്ലാസ്. ക്യാൻ സമ്മൺ ടെൽ മീ ഫോർ വിച്ച് പ്രോഗ്രാം ആർ വി ഹിയർ? നമ്മൾ എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത്. ദ സ്റ്റുഡൻസ് ആൻസർ ടുഗദർ. എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്? ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം, അതായത് ഒരേ ഒരു ഇന്ത്യ, അതാണ് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം. ശ്രേഷ്ഠ ഭാരതം എന്ന് പറഞ്ഞാൽ വളരെ നന്മ നിറഞ്ഞ ഭാരതം. പ്ലീസ് റേസ് യുവർ ഹാൻഡ് ടു ടെൽ മീ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. ദ ടീച്ചേഴ്സ് ഉണ്ട് ഇത് സംബന്ധിച്ച്, അല്ലാതെ ഈ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. മെനി ഹാൻഡ്സ് വെൻറ്റ് അപ്പ് ആൻഡ് സം വെയർ ജമ്പിങ് ടു ആൻസർ. ദ ടീച്ചർ ആസ്ക്ഡ് രേണു വിത്ത് എ സ്മൈൽ ഓൺ ഹെർ ഫേസ്. ഷീ സെഡ്, അപ്പോൾ കുറേ ആൾക്കാർ കൈ ഉയർത്തപ്പോൾ ടീച്ചർ രേണുവിനോട് ചോദിച്ചു. അപ്പോൾ രേണു വളരെ സന്തോഷത്തോടെ ആൻസർ ചെയ്യാണ്. ഇറ്റ് ഈസ് ടു നോ ദാറ്റ് we all belong to one nation and there is a bond we share. നമ്മൾ എന്താണ്, എല്ലാവരും ഒരു രാജ്യത്തിലാണ്, അതായത് നമ്മളെല്ലാവരും ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ആൻഡ് അവർ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി മേക്ക് us the most wonderful country in the world. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ അല്ലെ അത്ഭുതകരമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറാനുള്ള കാരണം എന്താണ്? നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. വാട്ട് ഈസ് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാം ഓൾ അബൌട്ട്? ഇനി ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്, അല്ലെ അതിനെക്കുറിച്ച് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാം ഈസ് ആൻ initiative by the Government of India aimed at promoting national integration and fostering a sense of unity among the citizens of India. ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ എന്താ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കിയ ഒരു നയം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്നത്. വൈ ഈസ് ദിസ് പ്രോഗ്രാം ബീങ് കണ്ടക്റ്റഡ്? എന്തുകൊണ്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാം എയിംസ് ടു സെലിബ്രേറ്റ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വ്യത്യസ്തത, അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും കൾച്ചറും രീതികളും വേറെയാണ്. ആൻഡ് ടു എൻഹാൻസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബോണ്ടിങ് എമംഗ് ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. പിന്നെ നമ്മുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമുള്ള ധാരണ അല്ലെങ്കിൽ മനസ്സിലാക്കൽ,
അതായത് ബോണ്ടിങ്, സ്നേഹബന്ധം. നമ്മുടെ ഇന്ത്യയിലെ പല യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റിലും എല്ലാ ആൾക്കാർക്ക് പരസ്പരമുള്ള ധാരണയെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദ ടീച്ചർ സ്മൈൽഡ് അറ്റ് ഹെയർ ആൻഡ് എവരി വൺ ക്ലാപ്ഡ്. ജസ്റ്റ് ദെൻ ബാല പോയിൻ്റ് ഔട്ട്, ലുക്ക് ദ വീഡിയോ ഹാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ബാല പറയാണ്, നോക്കിക്കേ എന്താ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ റീനു അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. കൈയടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വീഡിയോ സ്റ്റാർട്ടായത്. ദ ബിഗ് സ്ക്രീൻ നൗ ഹാഡ് എ ലിറ്റിൽ വിൻഡോ ഈച്ച് വിത്ത് എ സ്മൈലിംഗ് ചൈൽഡ്. ഈ ചൈൽഡ് ഹാഡ് സംതിങ് ടു ഷെയർ. അപ്പോൾ നോക്കിയാൽ ആ വീഡിയോയിൽ ഒത്തിരി കുട്ടികളുടെ പിക്ചറാണ് വന്നേക്കുന്നത്, ചെറിയ ചെറിയ കോളത്തിലായിട്ട്. അവരോരോരുത്തരും പറയുന്നുണ്ട്. നോക്കിയേ, പ്രണാമം, ഐ ആം ആകാംക്ഷ ഫ്രം ഉത്തരാഖണ്ഡ്. ഞാൻ ആരാണ്? ആകാംക്ഷയാണ്. എവിടാണ് എൻ്റെ സ്ഥലം? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് എൻ്റെ വീട്. ഐ ആം ഗോയിങ് ടു ടെൽ യു എബൌട്ട് ഐപ്പൻ. ഐപ്പൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അവർ ഫോക്ക് ആർട്ട്. എന്താ അത്? ഒരു ഫോക്ക് ആർട്ടാണ്. ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ചിത്രകല. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന്. ദാറ്റ് വി ഡ്രോ ഓൺ ഫാമിലി ഫങ്ഷൻസ് ആൻഡ് ഫെസ്റ്റിവൽ. ഞങ്ങളിത് ഫാമിലി ഫങ്ഷനിലും ഫെസ്റ്റിവലിനുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഡൺ വിത്ത് വൈറ്റ് റൈസ് ഫ്ലോർ പേസ്റ്റ് ഓൺ ദ ബ്രിക്ക് റെഡ് വാൾസ് കളേർഡ് വിത്ത് ജെറു. ജെറു എന്ന് പറഞ്ഞാൽ റെഡ് ക്ലേ യൂസ്ഡ് അസ് കളർ. ഒരു ക്ലേ ആണ് ഈ ജെറു എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇത് ചെയ്യുന്നത്? റൈസ് പൗഡറും പിന്നെ റെഡ് കളേർഡ് ജെറുവും ഉപയോഗിച്ചാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ ഫ്ലോർസ് ആൻഡ് വാൾസ് ഓഫ് പൂജ റൂംസ് ആൻഡ് ഔട്ട്സൈഡ് ദ മെയിൻ ഡോർസ് ഓഫ് ദ ഹോം. ഇതെവിടെയൊക്കെയാണ്? ഭിത്തികളിൽ, പിന്നെ പൂജാമുറിയിൽ, പിന്നെ മെയിൻ ഡോറിൻ്റെ വെളിയിലായിട്ട്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം മെയ്ഡ് ബൈ ദ വുമൺ ഇൻ ദ ഫാമിലി. ഫാമിലിയിലെ സ്ത്രീകളാണ് ഇത്, ഈ ആർട്ട് ഫോം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നു എൻ്റെ പേര്? AIPAN എന്ന് പറയുന്ന ഐപ്പാൻ. ഇതെവിടാണ് നമ്മളെന്ന് പറഞ്ഞു? ഉത്തരാഖണ്ഡ്. അത് ഓർത്തിരുന്നോണേ, ഉത്തരാഖണ്ഡ്. It is made on the floors and walls puja rooms outside. It is art form made by the women of the family. The designs are very beautiful and mathematical and are based on our culture, tradition and observation of nature. അപ്പോൾ ഞങ്ങളുടെ ഉത്തരാഖണ്ഡിൻ്റെ കൾച്ചറും ട്രഡീഷനും നേച്ചറും ഒക്കെ വെച്ചിട്ടാണ് ഈ ആർട്ട് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. സുപ്രഭാത്, ആയ പ്രിയരഞ്ജൻ. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് പ്രിയരഞ്ജൻ. നോക്കിയേ, ഞാൻ എവിടെ നിന്നാണ്? ഞാൻ ഒഡീഷയിൽ നിന്നാണ്. ആൻഡ് മൈ ട്രൈബ് പ്രാക്ടീസസ് 4000-year-old മെറ്റൽ ക്രാഫ്റ്റ് നെയിംഡ് ഡോക്ര. ഓക്കെ, എൻ്റെ നാട്ടിൽ ഉള്ളത് എന്താണ്? ഡോക്ര എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ്. എന്താണിത്? ഇതൊരു മെറ്റൽ ക്രാഫ്റ്റാണ്. To begin, we make a figure with clay, dry it and cover it with a layer of wax. എങ്ങനെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്? ആദ്യം ഒരു മണ്ണ് കൊണ്ടൊരു ഫിഗർ ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ മെഴുക് ഒഴിക്കും, കവർ ചെയ്യും, അതായത് മൊത്തത്തിൽ കവർ ചെയ്യും. ദെൻ വി കോവ് ദ ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് ദ വാക്സ്. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് ആ മെഴുക് കർവ് ചെയ്തെടുക്കും, അതായത് കൊത്തിയൊക്കെ എടുക്കും. ആഫ്റ്റർ ദാറ്റ് വി കവർ ദ ഫിഗർ വിത്ത് ക്ലേ ആൻഡ് പുട്ട് ഇൻ എ ഫയർ. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന് ശേഷം ഇതിന് മുകളിൽ മണ്ണുകൊണ്ട്, ക്ലേ കൊണ്ട് മൂടിയിട്ട് ഫയറിൽ വെക്കും, തീയിൽ വെക്കും. ദ വാക്സ് മെൽറ്റ് ആൻഡ് കംസ് ഔട്ട് സ്മോൾ ഓപ്പണിംഗ്. നെക്സ്റ്റ് ബ്രാസ് സ്ക്രാപ്പ് ഈസ് മെൽറ്റ് ആൻഡ് പൗഡേർഡ് poured into empty space. അപ്പം അങ്ങനെ ആ വാക്സും മഡും തമ്മിലുള്ള ഇടയ്ക്ക് വരുന്ന സ്പേസ് ഉണ്ടല്ലോ, ഉരുകുമ്പോൾ മണ്ണ് ഉരുകി പോകത്തില്ലല്ലോ, വാക്സ് മാത്രമാണ് ഉരുകിപ്പോകുന്നത്. അതിനകത്തേക്ക് എന്ത് ചെയ്യും? വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു ശില്പത്തിൻ്റെ ആകൃതിയിലായിരിക്കും അന്നേരം. അതിലേക്ക് ആ മെറ്റൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കും. ദ ലിക്വിഡ് മെറ്റൽ ടേക്സ് ദ സെയിം ഷേപ്പ് ആസ് ദ വാക്സ്. വാക്സിൻ്റെ അതേ ഷേപ്പിൽ എന്ത് കിട്ടും? നമുക്ക് ആ മെറ്റലിൻ്റെ രൂപം കിട്ടും.
എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ, ഒരു പിക്ചറ്. ഫൈനലി വി റിമൂവ് ഔട്ടർ ലെയർ ഓഫ് ദ ക്ലേ ആൻഡ് ഫിനിഷ് ദ മെറ്റൽ ഫിഗർ ആസ് വി വേണം. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്, ആ മണ്ണെല്ലാം ഇതാക്കി കളഞ്ഞിട്ട് ആ മെറ്റൽ ഭാഗം മാത്രം എടുക്കുന്നു. സുപ്രഭാതം. ഐ ആം ചിത്ര ഫ്രം കേരള. ഞാൻ ആരാണ്? ചിത്രയാണ്, കേരളത്തിൽ നിന്നാണ്. ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്. എനിക്ക് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വി ക്ലീൻ ദ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ ബ്രൗൺ കോക്കനട്ട് ഷെൽ. ആഫ്റ്റർ ദാറ്റ് വി മേക്ക് ഇറ്റ് സ്മൂത്ത് വിത്ത് യൂസിങ് എ സാൻഡ് പേപ്പർ ഓർ മെഷീൻ. കണ്ടോ, ഇങ്ങനെ ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റാണ്. കേരളത്തിൽ നിന്നാണ്, നമുക്കറിയാം, നമ്മുടെ ഇവിടെ എല്ലാം സാധാരണയായിട്ട് കാണുന്നതാണ്. ഇതെന്താ ചെയ്യുന്നത്, ഇത് ആദ്യം ചിരട്ട എല്ലാം വൃത്തിയാക്കിയൊക്കെ സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൊക്കെ വൃത്തിയാക്കുന്ന പേപ്പറാണ്. Then we give the shape of the we want and make it stable and fixing base under it. At last we polish it using a wood polish to make it shine. എന്താ ചെയ്യുന്നത്, ഇതെല്ലാം നല്ല കൃത്യമായിട്ട് പോളിഷ് ചെയ്തിട്ട് ഇതതിൻ്റെ ഷേപ്പിലൊക്കെ എടുത്തിട്ട് അതിന് താഴെ ഫിക്സ് ചെയ്യാൻ, ചിരട്ടയല്ലേ ഉരുണ്ട് പോകാതിരിക്കാൻ ഒരു ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കും. എന്നിട്ട് പോളിഷ് ചെയ്യും, വുഡ് പോളിഷ് വെച്ച്. വി മേക്ക് household things like bowls and even jewelry from the coconut shell. It is a biodegradable craft. Biodegradable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ ജീർണിച്ചു പോകുന്നത്. അതായത് നമുക്കൊരിക്കലും നേച്ചറിന് ദോഷമാകാത്ത ഒന്നാണ് ഇത്, ഈ ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. then സുപ്രഭാതം. ഐ ആം ബാലമുരളി. എൻ്റെ പേരെന്താണ്? ബാലമുരളി. ആൻഡ് ഫ്രം ആന്ധ്രാപ്രദേശ്. എൻ്റെ വീട് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് 400-year-old ആർട്ട് ആൻഡ് മേക്കിംഗ് ടോയ്സ് ഇൻ മൈ വില്ലേജ് കോണ്ടപ്പള്ളി. എൻ്റെ നാട്ടിലുള്ള ആർട്ട് ഫോമാണ്. അതിന് പറയുന്ന പേരെന്താണ്? കോണ്ടപ്പള്ളി എന്നാണ്. ഇതെന്താണ്? ടോയ്സ് ഉണ്ടാക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു ടോയ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. We take soft wood from the nearby hills. After that, we carve each part of the toy separately. Then we use makku, a paste of tamarind seed powder and sawdust to join the pieces together. എന്താ ചെയ്യുന്നതെന്നറിയാമോ? തീരെ സോഫ്റ്റായിട്ടുള്ള വുഡ് കൊണ്ടുവന്നിട്ട് അത് ഇതുപോലെ ഓരോരോ പാർട്ടാക്കും. എന്നിട്ട് ടാമറിൻ എന്ന് പറഞ്ഞത് ഇത് പുളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള സീഡിൻ്റെ പൗഡർ പൊടിച്ചെടുക്കുന്നതും പിന്നെന്താ അറക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് കൂട്ടി യോജിപ്പിക്കുകയാണ്. നെക്സ്റ്റ് അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ സോഡസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തടിയൊക്കെ അറക്കുമ്പം വരുന്ന ചെറിയ പൊടി. ഫൈനലി വി യൂസ് ഓയിൽ ആൻഡ് വാട്ടർ കളർ ഫോർ വെജിറ്റബിൾ ഡൈസ് ആൻഡ് ഇനാമൽ പെയിൻസ് ടു കളർ ദം. ഇനി പിന്നെ നമ്മൾ വാട്ടർ കളറോ ഓയിൽ കളറോ വെച്ച് ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഡൈ എന്ന് പറഞ്ഞാൽ കളർ, ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അടിക്കുന്ന പെയിൻറ്റിനാണ് പറയുന്നത് കേട്ടോ. ദീസ് ടോയ്സ് ആർ ബേസ്ഡ് ഓൺ ഫോക്ക് സ്റ്റോറീസ്, ആനിമൽസ്, ബേർഡ്സ്, ബുള്ളോക്കർ, റൂറൽ ലൈഫ് എക്സെട്ര. പല രീതിയിലുള്ള പല ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞതിനനുസരിച്ചിട്ട് ഓരോന്നും നോക്കുകയാണേ. എന്താ ആകാംക്ഷയുടെ സ്റ്റേറ്റ് ഏതായിരുന്നു? യെസ്, ഉത്തരാഖണ്ഡായിരുന്നേ. എന്തായിരുന്നു? ഉത്തരാഖണ്ഡായിരുന്നു. സ്പെല്ലിങ് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതണേ. ദെൻ ഐപാൻ എന്നാണ് അതിൻ്റെ പേര്. തിങ്സ് നീഡഡ്, എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഐപാൻ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയായിരുന്നു? അതായത് റൈസ് ഫ്ലോർ ഉണ്ട്, പിന്നെ ജെറു എന്ന് പറയുന്ന ക്ലേ, റെഡ് കളർ ക്ലേയും ഒക്കെ ചേർത്താണ് അവർ അത് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രിയരഞ്ജൻ എവിടെ നിന്നായിരുന്നു? ഒഡീഷയിൽ നിന്നാണ്. അതിൻ്റെ പേരെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? യെസ്, ഡോക്ര എന്നാണ് എൻ്റെ പേര്. ഡോക്ര സ്പെല്ലിങ് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതണം. ചിത്ര എവിടെ നിന്നായിരുന്നു? കേരളത്തിൽ നിന്നായിരുന്നു അല്ലേ. ഏത് ആർട്ട് ഫോമിനെ കുറിച്ചാണ് പറഞ്ഞത്? കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? കോക്കനട്ട് ഷെല്ല് വേണം, പിന്നെ സാൻഡ് പേപ്പർ അല്ലേ, പോളിഷ്, വുഡ് പോളിഷ് ഒക്കെയാണ് ഇതിന് വേണ്ടത്. അടുത്തത് ബാലമുരളി ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ടോയ്സ് ആണ് അവരുണ്ടാക്കുന്നത്. അത് ആർട്ട് ഫോമാണ്. അതിന് എന്തൊക്കെയായിരുന്നു വേണ്ടത്? സോഫ്റ്റ് വുഡ് വേണമായിരുന്നു, പിന്നെ പെയിൻറ്റ്, കളറ്,
കളർ വേണം. പിന്നെന്താ, അത് മിക്സ് ചെയ്യാൻ, അതായത് ഒരുമിച്ച് ചേർക്കാൻ ടാമറിൻ സീഡ് പൗഡറും സോഡസ്റ്റുമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഉണ്ടേ, നോക്കാം. ദ ഡിസൈൻസ് ഓഫ് ഐപ്പാൻ ആർ ടേക്കൻ ഫ്രം ദ നേച്ചർ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ. ഐപ്പാൻ എന്ന് പറയുന്നതിൻ്റെ ഡിസൈൻ എവിടെ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? പ്രകൃതിയിൽ നിന്നുമാണ്, അവരുടെ കൾച്ചറും ട്രഡീഷനും അനുസരിച്ച്. ആൻഡ് ഡോക്ര മെറ്റൽ ക്രാഫ്റ്റ്, സെക്കൻഡ് വൺ ആണ്. ഡോക്ര മെറ്റൽ ക്രാഫ്റ്റ് ഈസ് വെരി ഓൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് 4000 years ഓൾഡ് മെറ്റൽ ക്രാഫ്റ്റ്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള മെറ്റൽ ക്രാഫ്റ്റ് ആണ് അത്. നെക്സ്റ്റ് വൺ, എ ബേസ് ഈസ് നീഡഡ് ഫോർ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ടു മേക്ക് ഇറ്റ് സ്മൂത്ത്. പിന്നെന്താ, ഒരു എന്താ പറയുന്നത്, ബേസ് വേണം. ഒരു നിരപ്പായ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ കോക്കനട്ട് ഷെല്ലിൽ സ്മൂത്തായിട്ട് ഇരിക്കത്തുള്ളൂ. ദെൻ last question, softwood maku, a paste of tamarind seed powder, sawdust and colors are used for making കോണ്ടപ്പള്ളി ടോയ്സ്. ഇത്രയുമാണ് നമ്മൾ ഫില്ലപ്പിലുള്ളത്. ഇനി ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടേ. ഒന്നാമത്തെ, വൈ ഡസ് ആകാംക്ഷ ഫാമിലി മേക്ക് ഐപ്പൻ. ആകാംക്ഷയുടെ ഫാമിലിയിൽ ഐപ്പൻ എന്തുകൊണ്ടാണ് അവരത് ആർട്ട് ഫോം യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദിസ് ഈസ് ദെയർ ഫോക്ക് ആർട്ട് ആൻഡ് ദെയർ ഡ്രോൺ ഫാമിലി ഫങ്ഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസിലും ഫങ്ഷൻസിലും ഒക്കെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഡോക്ര, വൈ ഡസ് വാക്സ് കം ഔട്ട് ഫ്രം ദ സ്മോൾ ഓപ്പണിങ്. എങ്ങനെയാണ് ചെറിയ ഓപ്പണിങ്ങിലൂടെ വാക്സ് വെളിയിലേക്ക് വരുന്നത്? എന്താ കാര്യം? ആ വാക്സ് അവർ ആ ഉണ്ടാക്കുന്ന ക്ലേയും വാക്സിൻ്റെ ഇടയ്ക്ക്, ആദ്യം ഒരു ക്ലേ ഉണ്ടാക്കുന്നു, അതിന് മണ്ടയ്ക്ക് വാക്സ്, പിന്നെ അതിന് മണ്ടയ്ക്ക് ക്ലേ. അപ്പോൾ വാക്സ് ഉരുകി പോകുമ്പോൾ എവിടെ വെക്കുമ്പോൾ, തീക്കകത്ത് വെക്കുമ്പോൾ ദ വാക്സ് മെൽറ്റ് ആൻഡ് കംസ് ഔട്ട് ദ സ്മോൾ ഓപ്പണിങ്. അങ്ങനെ ആ വാക്സ് പോകുന്ന സ്പേസ് ആയിട്ടാണ് ചെറിയൊരു ഓപ്പണിങ് വരുന്നത്. നെക്സ്റ്റ്, ബ്രാസ് സ്ക്രാപ്പ് ഈസ് മെറ്റഡ് ആൻഡ് പോർഡ് ഇൻ ടു ദ സ്പേസ്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്രാസ് എന്ന് പറയുന്ന മെറ്റലാണ്, അത് മിക്സ് ചെയ്ത്, അതായത് ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ദ ലിക്വിഡ് മെറ്റൽ ടേക്സ് ദ സെയിം ഷേപ്പ് ഓഫ് ദ വാക്സ്. ആ വാക്സിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് മെറ്റൽ അതിലേക്ക് ചെറിയ ഓപ്പണിങ്ങിലൂടെ ഇതിന് കറക്റ്റ് ഷേപ്പ് കിട്ടും. വാട്ട് ഈസ് കോമൺ ഇൻ ദ ടോയ് മെയ്ഡ് ഇൻ ബാലമുരളീസ് വില്ലേജ് ആൻഡ് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ഇൻ കേരള. ഈ രണ്ട്, അതായത് ബാലമുരളിയുടെ ടോയ്സ് ഉണ്ടാക്കുന്ന ആർട്ട് ഫോമും പിന്നെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റും തമ്മിലുള്ള ഒരു കോമൺ തിങ്, ദീസ് ബോത്ത് ആർ ബയോഡിഗ്രേഡബിൾ ആർട്ട് ക്രാഫ്റ്റ്. രണ്ടും എന്താണ്? ബയോഡിഗ്രേഡബിൾ ആണ്, ഭൂമിയിലേക്ക് തന്നെ പോകുന്നത്. ദാറ്റ് മീൻസ് അത് മണ്ണിനോട് ചേരുന്നതാണ്. ഓൾസോ ദേ ആർ കൾച്ചർ ആർട്ട് ഫോംസ് ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. എൻ്റെ സ്റ്റേറ്റിൻ്റെ കൾച്ചർ ആർട്ടും കൂടിയാണ് അത്. നമുക്കൊരു ഫില്ലപ്പ് ഉണ്ടേ, അത് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡാഷ് ഐ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ടേക്ക് ഷവർ, ഡാഷ് ഐ വിയർ മൈ സ്കൂൾ ഡ്രസ്. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഐ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ടേക്ക് എ ഷവർ. ആദ്യം എണീറ്റ് ഞാൻ കുളിക്കാൻ പോകും. ദെൻ ഐ വിയർ മൈ സ്കൂൾ ഡ്രസ്. ആഫ്റ്റർ ദാറ്റ് ഐ ഈറ്റ് മൈ ഫുഡ്, അല്ലേ, ഡ്രസ്സ് ഇടുന്നു, ഫുഡ് കഴിക്കുന്നു. നെക്സ്റ്റ് ഐ വിയർ മൈ ഷൂസ്. ലാസ്റ്റ് ഐ പിക്ക് അപ്പ് മൈ ബാഗ് ആൻഡ് ഗോട്ട് ഓഫ് മൈ ഹോം. ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. The children from different states each speak about one art form from their state. When they speak, they use first form of the verb. It shows something that happened regularly. It is called present tense. With he, she and it, s or es is used as a verb to show present tense. Make 5 sentences with the help of given table below. Use s or es wherever necessary. 2 examples are given. നമ്മളിത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ ടെൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ചെയ്യുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ, അതായത് ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ നമ്മൾ വെർബിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതോ ഇവിടെ പ്രോനൗൺസ് തന്നിട്ടുണ്ട്. ഐ എ, യുവർ, ഹിയെ, ഷിയെ, ഇറ്റ്, വിയെ, ദേ. വെർബും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഐ എന്ന് പറയുന്നതിനകത്തിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കത്തില്ല. ഇത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. ദെൻ എന്താണ്? ഇത് സെക്കൻഡ് പേഴ്സൺ, ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ സിംഗുലർ ഫോമിലാണ് പോകുന്നത്. ഈ വിയും ദേയും പ്ലൂറൽ ഫോമിലാണ്
പോകുന്നത്. അപ്പോൾ സിംഗുലറിൻ്റെ കൂടാണ് എസ്സോ ഇ എസ്സോ നമ്മൾ ചേർക്കേണ്ടത്. ഓരോന്നും ഞാൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഐ നോ, എനിക്കറിയാം എന്നാണ്. ഹൗ ടു ഡാൻസ്, ഐ നോ ഹൗ ടു ഡാൻസ്. കണ്ടോ? ദെൻ എൻ്റെ അടുത്തായിരിക്കുന്നത് യു ടെൽ. ഉണ്ടോ? ഇവിടെ നമുക്ക് ഉണ്ട്, ഇവിടെ കംപ്ലീറ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനും ഉള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനേ. യു കണ്ടോ? യു ടെൽ, നമുക്ക് അതിനകത്ത് എസ് ചേർക്കേണ്ട കാര്യമില്ല. യു ടെൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. നെക്സ്റ്റ് ഹി കണ്ടോ? ഹിയുടെ കൂടെ വരുന്നുണ്ട് സ്പീക്സ്, എസ് ചേർക്കണം. ഷീയുടെ കൂടെ ചേരുന്നുണ്ടെങ്കിൽ ഇവിടെ ING ഫോം ചേർത്തിട്ടുണ്ട്. ഷീ മേക്ക് പെയിൻറ്റിങ്സ് ഇൻ ഫ്രീ പീരീഡ്. ഷീ മേക്സ് ആണ്. ഷീ മേക്സ് പെയിൻറ്റിങ്സ് ഇൻ then it practices സ്പെല്ലിംഗ് ഉണ്ട്. ബി ആസ്ക്, അതായത് നമ്മൾ ഈ പ്ലൂറൽ ഫോം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിൻ്റെ കൂടെയാണ്? തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? എസ് ചേർക്കേണ്ടത്. ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു and have a nice day.